ഭാരതം എന്ന് പറയുന്ന ഒരു പൈതൃക ഭൂമിയാണ്. നൂറ്റാണ്ടുകളുടെ ഏതാണ്ട് 10,000 വർഷങ്ങൾക്ക് മുമ്പുള്ള ക്ലാസിക് പൂർവ്വഘട്ടം മുതലുള്ള ചരിത്രമുള്ള മണ്ണാണ് ഭാരതം. അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളിന്ന് ലോകത്ത് വിജ്ഞാനം നമ്മുടെ മേൽത്തുമ്പിലാണ്. ഒറ്റ മേഖല, ആർക്കും സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, ഒരൊറ്റ മേഖലയിൽ ഈ ലോകത്തിന് ഭാരതത്തിനെ അതിജീവിച്ച് പോകാൻ കഴിയും. അതുപോലെ തന്നെ ഈ അറ്റോമിക് എനർജി, നമ്മുടെ ഷഡ്ദർശനങ്ങളിലെ വൈശേഷിക ദർശനം കണാദന്റെ അദ്ദേഹമാണ് ഒരു നമുക്ക് അത്ഭുതം തോന്നും. ആ വൈശേഷിക ദർശനമൊക്കെ വായിച്ചു നോക്കുമ്പോൾ അത്ഭുതം തോന്നും. അത് അദ്ദേഹം പറഞ്ഞിരിക്കുക, ഒരു പരുത്തി നൂല് വിഭജിച്ചാൽ 2 കഷണം കിട്ടും, അതിനെ വിഭജിച്ചാൽ വീണ്ടും ചെറിയ കഷണം കിട്ടും, അങ്ങനെ വീണ്ടും വീണ്ടും വിഭജിച്ചാൽ ഒരു ആറ്റം കിട്ടും. അത് അതീവ ശക്തിമത്തായിരിക്കും. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന അണുശാസ്ത്രവും അതിന്റെ വീര്യവും ശക്തിയും ഒക്കെ നമുക്ക് പഠിക്കണം. ആരോഗ്യശാസ്ത്രം, നമ്മുടെ ദഹനം, അങ്ങനെയുള്ള പിന്നെ നമ്മുടെ ശരീരത്തിന്റെ ഈ മുറിവുകള്, ചതവുകള്, ഇതിനെയൊക്കെ രോഗാവസ്ഥ, അതിനെയൊക്കെ പരിഹരിക്കുന്ന സൂര്യതാണ്. നമ്മുടെ പ്രധാനമന്ത്രി വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ വിദേശ നേതാക്കന്മാരെ കെട്ടിപ്പിടിക്കും, കണ്ടിട്ടുണ്ടോ? അദ്ദേഹം അവരുടെ മുഖത്ത് കഴിക്കുന്ന ഏത് കൈകൊണ്ടാണ്? ഇടത് കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഉള്ളത് വലതയും കഴിക്കുന്ന കണ്ടിട്ടുണ്ടോ? വലത് സൂര്യനാടിയാണ്, അത് വെപ്രാളത്തിന്റെയോ ചൂടിന്റെയോ റെപ്രസെന്റേഷൻ. മറ്റേത് ചന്ദ്രനാണ്, കുളിർമ. ആ മനുഷ്യൻ ഇയാൾക്ക് ഇങ്ങനെ കെട്ടിപ്പിടുത്തത്തിൽ ഇങ്ങനെ തട്ടിയാൽ ആ മനുഷ്യന്റെ മനസ്സ് അപ്പ ഇറങ്ങാണ്, അപ്പ ശാന്തമാവുകയാണ്. എന്തോ അയാളൊരു അലൗകികമായ ശാന്തത, സമാധാനം ആ മനുഷ്യൻ ഇത് അനുഭവിക്കുന്ന മനുഷ്യൻ അനുഭവിക്കുകയാണ്. ആ മനുഷ്യൻ മരിച്ചാൽ ഇങ്ങനെ പറയത്തില്ല. എന്റെ സുഹൃത്താന്ന് പറയും പല ശത്രുക്കളെയും ഇത് 2 അടി കൊടുത്താൽ പിന്നെ അവൻ ആ ജന്മം ഈ മനുഷ്യനെ മറക്കത്തില്ല. അതെല്ലാം അത് വലിയ യോഗശാസ്ത്രം പഠിച്ച ആളാണ്. അതൊന്ന് വളരെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. എപ്പോഴും ചന്ദ്രനാടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. നിങ്ങൾ BP, ബ്ലഡ് പ്രഷർ കൊണ്ട് ഭയങ്കരമായി പൊറുതി മുട്ടുകയാണെന്നില്ല, നിങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ട് ഈ വിഷ്ണു മുദ്രയിലൂടെ അടക്കം ബുദ്ധിമുട്ട്, ഇടത് മുദ്രയുടെ ശ്വാസമെടുക്കുന്ന കടന്നു ബുദ്ധിമുട്ട് ഒരു 15 മിനിറ്റ് നിങ്ങൾ BP നോക്കി കുറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നു. ഇതെല്ലാം സർവ്വരോഗാവസ്ഥകളെയും നിയന്ത്രിക്കാൻ നമുക്ക് മുമ്പിൽ ഇഷ്ടംപോലെ വഴിയുണ്ട്. പ്രാണനെ കൊണ്ട് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാം, ആസ്മ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളെ നിയന്ത്രിക്കാം, ഷുഗറിനെ നിയന്ത്രിക്കാം. ഇതെല്ലാം നമ്മുടെ ശരീരം ചെയ്യേണ്ടതാണ്. നമ്മുടെ ശരീരം ചെയ്യേണ്ട ജോലികളാണ് ഇതെല്ലാം. ശരീരം ജോലി ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ ആഹാരക്രമങ്ങളിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ വയറിന് വായുണ്ടായിരുന്നു, അത് നിലവിളിക്കും, നമ്മളെ അങ്ങോട്ട് കുത്തിക്കയറ്റുന്നു. ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അത് പനിയും ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മുടെ വായിക്ക് കയ്പ് തരും ശരീരം. നമ്മൾ ആരെങ്കിലും അനുസരിക്കും, കുത്തിക്കയറ്റും. ഈ കയ്പ് വരുമ്പോൾ ഫുഡ് കൊടുക്കുന്നതാണ് അതിൻ്റെ ശരീരം ഇൻഡിക്കേറ്റാണ്. ആഹാരം അയക്കല്ലേ, ആഹാരം അയക്കല്ലേ. അന്നേരം ആഹാരം അയക്കാമെന്ന് ഇരുന്ന് നോക്കെ നിങ്ങളുടെ രോഗം മാറും. പക്ഷെ നമുക്കത് തിരിച്ചറിയില്ല. അതുകൊണ്ട് നമ്മുടെ ആഹാരക്രമങ്ങൾ തന്നെ ഒരുപാട് മാറിയിരിക്കുന്നു. അപ്പൊ അതാണ് ഏറ്റവും വലിയ നമ്മുടെ മുഴുവൻ ശരീരത്തിന്റെയും ദുഃഖത്തിന്റെ കാരണം ഡ്രഗ്സാണ്. അതൊന്നും കൺട്രോൾ ചെയ്യില്ല. ഇതിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. ഈ യോഗ ചെയ്യുമ്പോൾ അത് നിയമങ്ങളൊക്കെ സാറ് പറഞ്ഞു തരും. അതിലൊരു നമുക്കൊരു ശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ഒരു കർമ്മശുദ്ധി ഉണ്ടാവണം, നമ്മുടെ ഒരു ചിന്താശുദ്ധി ഉണ്ടാവണം. അതുപോലെ തന്നെ നമുക്കൊരു ഈ ശരീരശുദ്ധി ഉണ്ടാകണം, വസ്ത്രശുദ്ധി ഉണ്ടാകണം, അന്നശുദ്ധി ഉണ്ടാകണം. മുഴുവൻ ശുദ്ധമായിരിക്കും. അങ്ങനെ സുഖവും. ഈ യോഗ ആചരിക്കുന്നത് 3 മണിക്കൂർ മുമ്പ് ആഹാരം കഴിക്കാൻ പാടില്ല. empty stomach-ആയിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേറെ വലിയൊരു പ്രശ്നം നമ്മുടെ മുഴുവൻ അനാരോഗ്യ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ വിസർജന വ്യവസ്ഥയിലെ ക്രമീകരണമില്ലായിരുന്നു. കൊച്ചുകുട്ടി വൈദ്യുതി പോകില്ല. അമ്മമാര് തുളിതരപ്പോ എന്തെങ്കിലും വെച്ച് വൈദ്യുതി പോകും കൃത്യമായി. നമ്മൾ തിരിച്ചറിവാകുമ്പോൾ നമ്മളിത് വൈദ്യതേ ഇല്ല. ഒരു ദിവസം പോയില്ലെങ്കിലും 2 ദിവസം പോയില്ലെങ്കിലും നമ്മളിത് കൊണ്ടുവരണം. ഇത് കൂടി ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ അത് പൊട്ടിത്തരും. ആ രീതിയിലാണ് നമ്മുടെ സർവ അസുഖങ്ങളും. വിസർജനം കറക്റ്റായാൽ
പരിഹരിക്കാത്ത ഒരസുഖവും നാട്ടിലില്ലെന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. പക്ഷെ നമ്മുടെ അലോപ്പതി ശാസ്ത്രജ്ഞന്മാരത് സമ്മതിച്ചു തരത്തില്ല. അവര് നമ്മളെ ഈ വിഷം തീനികളായി, ഏതെങ്കിലും മരുന്നുകളുടെ വിഷം തീനികളായി നമ്മളെ അകപ്പതിച്ച് ചെയ്തു. എല്ലാം കച്ചവടമാണ്. ഇപ്പൊ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് നായ്ക്കളുണ്ട്. ഈ നായ്ക്കളെ, പേയ പിടിച്ച നായ്ക്കളെ കൊല്ലാൻ പാടില്ല. എന്തിനാണ്? പേപ്പട്ടി വിഷം ഉണ്ടാക്കുന്നത് കോടികളുടെ കച്ചവടം ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അല്ല നമ്മുടെ ഒന്നുമല്ല. ഇതൊന്നും ഒരു നിയന്ത്രണമില്ലാത്ത ഇതിനെല്ലാം വിഷത്തീനികളാകുന്നത് നമ്മൾ. പുതിയ മരുന്നുണ്ടാക്കുമ്പോൾ ഒരു ഗുളികയും കഴിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു 2 വർഷം റെഗുലറായിട്ട് യോഗ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ ശരീരം ആദ്യം ഒന്ന് തിളയ്ക്കും. ആദ്യം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശരീരം ശ്രമിക്കാം. അതിൻ്റെ ഒരു സുഖം പോകും. നിങ്ങൾ യോഗ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ ഒരു സുഖാവസ്ഥ പോകും. അപ്പൊ അതൊരു ശരീരം നിങ്ങളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ചില അസുഖങ്ങൾ വരും, ചില നോമ്പലങ്ങൾ വരും. കഠിനമായി അഥവാ ഒരു 2 ദിവസം വിട്ടു നിന്നാൽ 3 ദിവസം പിന്നെ അറിയിക്കോ. ഒരു 5-6 മാസം കഴിയുമ്പോഴത്തേക്കും വിട്ടു നിന്നു. ഇനി അവരെ നോക്കിയിട്ട് രക്ഷയില്ല. ഇവന്റെ വഴിക്ക് പോകാം. ഇതിന്റെ ശരീരം നിങ്ങൾക്ക് വഴങ്ങും. ആദ്യം സൂക്ഷ്മാസനങ്ങൾ ചെയ്യുക. പിന്നെ കുറച്ചായിട്ട് സൂര്യ നമസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ. സൂര്യ നമസ്കാരം ഒരു ആസനമല്ല. പോസ്റ്റമേറ്റ് 3 കാലഘട്ടത്തിൽ ഒരു 8ഓളം ആസനങ്ങൾ അതിനകത്ത് കൊടുക്കും. അങ്ങനെ പഠിക്കുക. മനസ്സിന് ടെൻഷൻ തരിക. ഇത് വലിയ വിഷമമാണെന്നുള്ള തോന്നുക ഒരു കാര്യം ചെയ്യാതിരിക്കുക. യോഗയിൽ ഇത് നമുക്ക് മനസ്സ് മടിക്കും. ചെയ്യാൻ പോകരുത്. എവിടെയെങ്കിലും ഇരിക്കുക. പ്രാണമെടുത്ത് ഇടതുമുടിലൂടെ വലതുമുടിലൂടെ ചന്ദ്രനാടി, സൂര്യനാടി, ഇതിന് 2 ഫംഗ്ഷനുണ്ട്. നടുക്കൂടെ ഒരു സുഷുമ്നാ നാടിയുണ്ട്. അത് തട്ടത്തിൻ്റെ 33 കശേരികളിലൂടെ പോകുന്നു. അതിനകത്ത് പിന്നെയും ഉണ്ട് ചിത്രനാടി, ബ്രഹ്മനാടി എന്നിങ്ങനെ. പിന്നെ അതിനകത്ത് 3 സൂക്ഷ്മനാടികളുണ്ട്. അതൊക്കെ നമ്മുടെ മഹാശുദ്ധന്മാരുടെ പ്രാണം അതിലേക്കാണ് പോകുന്നത്. സാധാരണ നമ്മുടെ പ്രാണം എന്ന് പറഞ്ഞാൽ 5 അങ്കുലം മുതൽ 7 അങ്കുലം വരെ. ഒരു അങ്കുലം എന്ന് പറഞ്ഞാൽ ഒരു വിരലിൻ്റെ ഈ 5 ഒരു 2 വിരലിലും കൂടെ അവിടെ നിന്നുള്ള പ്രാണനെ നമുക്ക് പിടിക്കാൻ പറ്റും. 7 അങ്കുലം നമുക്ക് അകത്തേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പോകുന്നത് 15 അങ്കുലം വരെ പോകും. ഇവിടുത്തെ ഉച്ചയുടെ സ്പീഡിൽ പോകും. നമ്മളൊരു നൂല് കെട്ടി അളന്നില്ല. ഒരു സ്വാഭാവികമായിട്ട് ഒരാൾക്ക് 15 അങ്കുലം വരെ ഉച്ഛ്വാസമായി പോകും. ഇത് പശുവിനും സർപ്പങ്ങൾക്കും 30 അടി വരെ അകലേക്ക് പിടിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് സർപ്പക്കാവ് നശിപ്പിക്കരുത്. നമ്മുടെ സൂര്യരശ്മികളിൽ 10-20ഓളം രശ്മികൾ ഹൈലി പോയിസണസ് ആണ്. ഇത് നമുക്കൊരു 6 അടിയേ ഉള്ളൂ മനുഷ്യൻ. അപ്പൊ 6 അടി മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിക്ക് മുകളിൽ ഒരു 15 അടി അകലിന് ഈ വിഷാംശങ്ങൾ ആര് വലിക്കും? സർപ്പം വലിക്കും, പശു വലിക്കും. അപ്പം ആര് സേഫാവും? നമ്മൾ സേഫാവും. ആ സർപ്പക്കാവുകൾ മുഴുവൻ നമ്മൾ വെട്ടിപ്പോയി എന്തെല്ലാം നാശം ഉണ്ടാക്കാമോ എന്നെല്ലാം ചെയ്തു. പഴയ ആളുകൾ ചുമ്മാ തമാശയ്ക്ക് വെച്ച് പിടിച്ചത്. അതുപോലെ കന്നാലി പശുവിനെ വളർത്തുന്നത് വെറുതെയാണ്. ഇന്ന് പശു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പടക്കളിലെ കൊച്ചുങ്ങളെ പശു ഇത് പശുവായിരുന്നു പറയുന്നത്. ആ തരത്തിൽ നമ്മൾ മാറിപ്പോയി തിരക്ക്. അപ്പോട്ടെ, എന്തായാലും നമുക്ക് 7 അങ്കുലം 15 അങ്കുലം ഈ ഇന്ത്യക്ക് 1 അങ്കുലമായി കുറയ്ക്കാൻ കഴിയില്ല. അത്ര സൂക്ഷ്മമായി പ്രാണമെടുക്കാൻ കഴിയും. അതാണ് സന്യാസിമാരുടെ 1 അങ്കുലത്തിൽ ഇത് അങ്ങോട്ട് അതുപോലെ ഉച്ഛ്വാസമായി കൂട്ടണം. കാരണം അതിന് പ്രഷർ ചെയ്യും. എന്താണ് ഉച്ഛ്വാസമായി? നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് നമ്മൾ എടുക്കുന്ന പ്രാണം ശരീരം ഉപയോഗിച്ചു കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ ഉച്ഛ്വസിക്കുന്നത്. അത് മരണമാണ്. ഇത് പ്രാണനാണ്, ജീവനാണ്. ഇത് വലിക്കുന്നു. അപ്പം ജീവനെ എടുക്കുക, അതിനെ മരണത്തെ ഫോഴ്സ്ഫുള്ളി ഇൻജക്ട് ചെയ്യുക. അത് നിങ്ങൾ യോഗാസനത്തിൽ നിങ്ങൾ പഠിക്കും. ഇത് എടുക്കുന്ന പ്രാണന്റെ 3 ഇരട്ടി സ്പീഡോട് ഇടുക എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ അംഗോപാംഗങ്ങളിലും നിറഞ്ഞിരിക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ ശക്തിയായി വെറുതെ വെച്ച് കളയുക. അതാണ് നമ്മൾ പരിശീലിക്കേണ്ട യോഗാസനങ്ങളിൽ പരിശീലിക്കുന്നത്. അത് പരിശീലിക്കാനായിട്ട് നിങ്ങൾ ഇത് പരിശീലിക്കുമ്പോൾ നിങ്ങൾ അതിലൂടെ ഉണ്ടായിരിക്കും. ഇതൊക്കെയാണ് പറയാൻ. പിന്നെ പറഞ്ഞു ഈ യോഗ പഠിക്കുമ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സത്യമുള്ള കാര്യമാണ്. അത് പഠിക്കാൻ പോകുമ്പോൾ അതിന് കുറച്ച് നമ്മുടെ മനസ്സിലൂടെ പാകപ്പെടുത്തണം. നമ്മൾ അഹിംസ ഒന്നിനെ കൊല്ലരുതെന്നൊന്നും അല്ല. ചിലർ പറയും കൊല്ലാൻ പാടില്ല.
ആകാൻ പാടില്ല, എറുപിടി ചവിട്ടാൻ പാടില്ല, അതുമല്ല. നമ്മുടെ മനസ്സിലൊരു അഹിംസാത്മകത്വം എല്ലാവർക്കും ഉണ്ട്. ചില